ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളുടെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ദൈവത്തെ സ്തുതിപ്പാൻ, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഇങ്ങനൊരു അവസരം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അടിയനെ ഒരുക്കി തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും പ്രാരംഭമായി എന്നെ നിർമ്മിച്ചവനും എന്നെ നിർത്തിയവനും നാൾതോറും എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്നവനും ഇന്നയോളം എന്നെ നിർത്തിയവനുമായ സർവോപരി ദൈവത്തിന് ഇന്ന് രാത്രി സമയം ഞാൻ മഹത്വത്തെ അർപ്പിക്കുന്നു. അനന്തരമായി ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ വർഗീസ് അവറുകൾ എനിക്ക് ഈ മീറ്റിംഗ് മുഖാന്തരമായ ബ്രദർ പ്രിൻസ്റ്റാൻ, മറ്റുള്ള എല്ലാ മാന്യമായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ സഭയുടെ ശുശ്രൂഷകന്മാർക്കും എല്ലാ വ്യക്തികൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പ്രാരംഭ നിമിഷത്തിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. എൻ്റെ പേര് പ്രിൻസ് പ്രൈസൺ. ഞാൻ ചെന്നൈയിൽ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വദേശം അടൂർ. അവിടെ കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അവസരം തരുന്നെങ്കിൽ മറ്റൊരവസരത്തിൽ എൻ്റെ സാക്ഷ്യത്തെ ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി സമയം ഞാൻ വ്യക്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം എന്തൊക്കെയോ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ഒരു ശക്തി വന്ന് വീഴുന്നത് എനിക്ക് ദർശിക്കുവാൻ കഴിയും. ചില ശരീരത്തിന്റെ മേൽ വന്ന നിമിഷം മുതൽ ആത്മാവ് ഹിറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇന്ന് രാത്രികാലം എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. എത്ര പേർ എന്നോട് ചേർന്ന് ഇന്ന് രാത്രികാലം ആമേൻ പറയും എന്ന് എനിക്കറിയത്തില്ല. ആത്മാവ് എന്തെങ്കിലും ശുശ്രൂഷ ഇന്ന് രാത്രി സമയം പകർന്നാൽ എൻ്റെ പ്രിയ ദൈവമക്കളെയും ഇന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വിഷയങ്ങളെ അറിയുന്ന, നിങ്ങളെ നിറയ്ക്കുവാൻ കഴിയുന്നതായ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുവാൻ പോകുന്നു എന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം വാഗ്ദത്തത്തെ തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ ഒത്തിരി ബലഹീനത അനുഭവിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു ആത്മ തേജസ് ഞാൻ അനുഭവിക്കുകയാ, ഒരാത്മാവിന്റെ തീ ഞാൻ അനുഭവിക്കുകയാ, ഒരാത്മാ തേജസ് ഞാൻ അനുഭവിക്കുകയാ. 40-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ശ്രദ്ധിക്കണമേ, ഉറപ്പുള്ള പാറമേൽ സങ്കീർത്തനക്കാരനെ അടുത്ത വാക്യത്തിൽ ദൈവം നിർത്തുകയാ. കുഴഞ്ഞ ചേറ്റിലിറങ്ങിയ ഒരു വ്യക്തിക്ക് ഉറപ്പുള്ള പാറയുടെ വില അറിയൂ. കുഴഞ്ഞ ചേറ്റിൽ കിടന്നവന് ഉറപ്പുള്ള പാറയുടെ വില അറിയൂ. വൈദപ്രഭത വേദികൾക്കറിയാം, അംശംതരം വേദികൾക്കറിയാം. ആത്മാവ് വളരെ ശക്തിയോടെ ചില ഹൃദയങ്ങളെ വിരൽ ചൂണ്ടി ദൂത് പറയുന്നു. ഈ ദിവസങ്ങൾ നിന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തിയ, നിന്റെ കുഴഞ്ഞ അവസ്ഥകളെ മാറ്റിയ ആത്മ തേജസ് വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി സകല ദോഷത്തിന്റെ മേലും ഇന്നു രാത്രികാലം വ്യാപരിക്കട്ടെ. ആളുകളുടെ പെരുപ്പത്തിലല്ല, ഈ സഭയുടെ വലിപ്പത്തിലല്ല, മറിച്ച് ആത്മ തേജസ് ഇറങ്ങുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന തലത്തിൽ വൈഡമനാദികൾക്കറിയാ. ആത്മാവ് ചില വെളിപ്പാടുകൾ കാണിച്ചുകൊണ്ടിരിക്കുക. വാഹനം ഓടിച്ച് കടന്നു വരുന്ന സമയത്ത് 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരു വലിയ അപകടം. ഇതിനകത്ത് കരയുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. അപകടം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമായിരുന്ന, ഇന്ന് രാത്രി സമയം ഒരു ആംബുലൻസ്, ഇന്ന് രാത്രി സമയം ഒരു മരണം നിന്റെ ജീവിതത്തിൽ നടത്താമായിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിന്നെ നിർത്തിയിരുന്ന അവസ്ഥ, നിന്നെ നിർത്തിയിരിക്കുന്ന അവസ്ഥ എന്റെ ആത്മാവ് ഉള്ളിൽ കത്തുകയാ. വൈദപ്രഭത വൈഡകൾക്കറിയാ. നാളുകളായി ശുശ്രൂഷയ്ക്ക് വിളിയുണ്ട്, അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഈ ദിവസങ്ങൾ ഉയരുവാൻ കഴിയാതെ നിന്നെ ബെഡിൽ തന്നെ കിടത്തി കഴിയുന്ന അന്തുരാറുകൾക്ക് ഡോറിന്റെ പുറത്തേക്ക് വരുവാൻ കഴിയാതെ നിന്നെ തളർത്തിയിട്ടിരിക്കുന്ന ശത്രുവിന്റെ ശക്തി ഇന്ന് രാത്രികാലം അടിയറവ് പറയുക. ഇന്ന് രാത്രികാലം അടിയറവ് പറയുക. ഇന്ന് രാത്രി അടിയറവ് പറയുക. ശന്താനയ മനകരയ പരിശുദ്ധനെ വിരൽ ചൂണ്ടുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. പ്രിയമക്കളെ, പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സഭയുടെ വലിപ്പമോ
സഭയുടെ പാരമ്പര്യമോ ഒന്നും ഇന്ന് പകൽക്കായി രാത്രി സമയം ആത്മാവ് വിളിച്ചു പറയുന്നു, അതൊന്നുമല്ല ഇന്ന് രാത്രിയിലെ വിഷയം. ഈ പ്ലാറ്റ്ഫോമിലൊരു ദൈവ തേജസ്സി അനുഭവിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലൊരു ദൈവ തേജസ്സി അനുഭവിക്കുന്നു. ചില വ്യക്തികളുടെ ശരീരത്തിലേക്ക് ഇത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഒരു മേഘം വന്ന് മൂടപ്പെടുന്നത് ഞാൻ ദർശിക്കുന്നു. ഒരു മേഘം ദർശോ ഷറമന റിഗതുനയ അഡപ്തോറെ പേസോലികാസി തുപരമശംതറാസി. രണ്ടു രാജ്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ആഫ്രിക്കൻ കൺട്രീസ്, 2 സിംഗപ്പൂർ ദേശം, 2 കൺട്രീസ് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ദൈവ സാന്നിധ്യം ഇന്നു രാത്രി സമയം ദൈവജനം ഇവിടെ ആരാധിക്കുമ്പോൾ ആ ദേശത്തോടുള്ള ബന്ധത്തിലുള്ള ചില ശത്രുവിന്റെ പോരുകളെ, ദൈവവചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ തടസ്സം നിൽക്കുന്ന ശക്തി ഇന്നു രാത്രികാലം ഇല്ലാതെയാകുക. ഇന്നു രാത്രികാലം ശത്രുവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുക. യെസ്, ആരാധിച്ചോ, ആരാധിച്ചോ. ദൈവ തേജസ് അനുഭവിക്കുന്നവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ആത്മാവിന്റെ ശക്തി അനുഭവിക്കുന്നവർ. ശരമാന റിബാബാബ വൈഡാരാധ അസ്താറാകാമാസേ തോറാചാല വിഫാരവ തുരാജനവ ശംദരാബാബ റികാരാസേത്തെ തുരബാബാബാബ ശാരാകാമാസിതിലി അടബല ബലവല റിബവല. യെസ് 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 യെസ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിഗ്രഹങ്ങളുടെ നടുവിൽ കിടന്ന ഒരു അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. ശറമ റിഗതനയ, നിന്റെ സാഹചര്യങ്ങൾ മറന്ന്, നിന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥകളെ മറന്ന് നിന്നെ വിളിച്ചിറക്കിയ ദൈവം. നന്ദി പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വീണോ, ആത്മാവ് വിളിച്ചു പറയുക, നിന്റെ മേലൊരു സാന്നിധ്യം ഇറങ്ങുകയാ. നിന്റെ മേൽ ശരമസേഥേ രൂപാന ഖബബബബബ സതരമബ ഷോറാതുലിബസേ വറകമ സോലിബി ഹതുരിമസേതികൾ ഓറബബബബബ ശതുലാദിനി. ഇതുവരെ സഭ കാണാത്ത, ഇതുവരെ ദേശം ദർശിക്കാത്ത ഒരു വലിയ പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് അയക്കുവാൻ പോകുക. പ്രിയ ദൈവമക്കളെ, വചനം എടുത്തുകൊണ്ട് ഞാനൊന്ന് കാര്യം രാത്രികാലം വിളിച്ചു പറയാം. പഠിച്ചതൊന്നും എനിക്ക് പറയുവാനില്ല. ഇന്ന് രാത്രികാലം ഉള്ളം കത്തുകയാ. യോഗ്യതയില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ. യോഗ്യതയില്ലെന്നേ. പിതാവ് ഒരു പിന്മാറ്റക്കാരനാ. കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല. കഷ്ടത ഒത്തിരി ജീവിതത്തിൽ അനുഭവിച്ചതാ. ആത്മാവിൽ എന്റെ ഹൃദയം തുള്ളുന്നു. യെസ്, ഈ ദൂത് പകരപ്പെടുകയാ. ഈ ദൂത് പകരുകയാ. സന്താറാത്തു റുഖബലബ ശർമസി ഹോ 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 തുറതലസെ ശരകമസി ധരമന റിഗദല അരമന റിഗദ ശോരദ സിഗലി. ചില ജീവിതങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പൊക്കിയെടുക്കാൻ പോകുക. ചില രോഗശാന്തിയുടെ ശുശ്രൂഷ ആത്മാവിനെ കാണിക്കുന്നു. ചില രോഗശാന്തിയുടെ ശുശ്രൂഷ പരിശുദ്ധ ആത്മാവിനെ കാണിക്കുന്നു. കർത്തൃദാസൻ പ്രാരംഭ നിമിഷത്തിൽ പറയുവാനിടയായി 56 രാജ്യങ്ങളോളം രാത്രികാലം സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുകയാ. എന്റെ ആത്മാവേ, എന്റെ പരിശുദ്ധ ആത്മാവേ, ഇന്നു രാത്രികാലം അങ്ങൊന്ന് ഇറങ്ങണമേ. ഇന്നു രാത്രികാലം അങ്ങയൊന്ന് ലോകം അറിയട്ടെ. എന്റെ കർത്താവ് ഇന്നു രാത്രി ഒന്ന് വന്നാൽ എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും? എന്റെ കർത്താവ് ഇന്ന് രാത്രി വന്നാൽ ഒത്തിരി രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരു ഹോസ്പിറ്റലിൽ പോകാത്ത ഒരൊറ്റ ദിവസമില്ല. സെക്കൻഡ് സെമിസ്റ്റർ എക്സാം പോലും എഴുതുവാൻ കഴിയാതെ ശത്രുവാവിനെ ഒത്തിരി ഓടിച്ചു. നീ ശുശ്രൂഷയിൽ നിൽക്കണ്ട, ചെന്നൈ ദേശം നീ മടങ്ങി വരണം. എന്റെ ദൈവജനമേ, സഭയെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദേശത്തു നിന്ന് നാളുകളായി ഓടിക്കുവാൻ ശ്രമിക്കുന്ന
ചില കുടുംബങ്ങളോളത്തിൽ ആത്മാവിന് രാത്രികാലം വിളിച്ചു പറയുന്നു. നാളുകളായി ചില ശത്രു സൈന്യങ്ങൾ, നാളുകളായി ചില രേഖകൾ ഈ ദേശത്തിനെ ഓടിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇന്നു രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ചിലതൊക്കെ അഴിഞ്ഞു മാറുകയാ. ചില പേപ്പേഴ്സ് കത്തിമാറുന്ന കാഴ്ച, ചില പേപ്പേഴ്സ് അത് കത്തിമാറുകയാ. ആത്മാവിൽ പ്രാപിച്ചവനെ സ്തുതിക്കുവാൻ കഴിയൂ. ഹൃദയത്തിൽ വല്ലതും പ്രാപിച്ചവനെ സ്തുതിക്കുവാൻ കഴിയൂ. വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചോ. വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചോ. ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം. ഇടവും വലവുമായി സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം. ദൈവജനമേ, നിന്റെ വിഷയം എന്തുമാകട്ടെ, ഇന്ന് രാത്രികാലം നിറവേറ്റുക. നിന്റെ പ്രശ്നങ്ങളെ പോരാമാസി, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി പോരാടുവാൻ കഴിയുന്ന ഒരു വ്യക്തി 91 സംഘത്തിൽ ഇപ്രകാരം പറയും, നിന്റെ കാൽ കല്ലിൽ തട്ടിൽ പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കുഞ്ഞേ, സഹോദരി, സഹോദര, മാതാപിതാക്കളെ, ഇത്ര വലിയ സ്നേഹമാ. നിന്റെ കാൽ ചെറിയൊരു കല്ലിൽ തട്ടിപ്പോകാൻ പോലും എന്റെ ഉടയവൻ അനുവദിക്കയില്ല. ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നിട്ടും എന്തേ പുറത്തേക്ക് വരുവാൻ കഴിയുന്നില്ല. നാളുകളായി കുടുംബത്തിനകത്ത് എഴുന്നേൽക്കുവാൻ കഴിയാതെ, ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ഒരു തീ നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടിട്ടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരു തീ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിട്ടും എന്തേ നീ പുറത്തു വരുന്നില്ല? റൂക്കാമാസി ആത്മാവ് വിരൽ ചൂണ്ടുകയാ, പരിശുദ്ധ എന്ന വിരൽ ചൂണ്ടുകയാ. ചില അക്കങ്ങൾ അടകൾ കരച്ചി ചില ഡേറ്റുകൾ നിന്റെ മുൻപിൽ വെച്ച നാളുകളായി നിന്നെ ഘോരമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ, നിന്റെ മനസ്സിന്റെ ഭാരം ഏറ്റുന്ന ശത്രു നിന്റെ ശരീരത്തിലിട്ടിരിക്കുന്ന ഭാരങ്ങളെ, മനസ്സിന്റെ പോരുകളെ ഇന്ന് രാത്രികാലം ശാസിച്ചകറ്റുകയാ. ദൈവാത്മശക്തി ഞാൻ ആത്മാവിൽ കാണുന്നു. ചില ഡേറ്റുകൾ യേശു തമ്പുരാൻ മായ്ച്ചു കളയുകയാ. എന്റെ യേശു തമ്പുരാൻ മായ്ച്ചു കളയുകയാ. എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങട്ടെ. പ്രിയമക്കളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ഒരിക്കലും ശുശ്രൂഷയിൽ ഇറങ്ങിയാൽ, ആത്മീയ അഭിഷേകത്തിൽ ഇറങ്ങി തിരിച്ചാൽ ശത്രു നിന്റെ പിന്നാലെ ഉണ്ടാക്കുന്ന വിളിച്ചു പറഞ്ഞു, എന്റെ ചുറ്റും ഒരു കാവല, എന്റെ ചുറ്റും ഒരു തേജസ്സ, എന്റെ ചുറ്റും ഒരു വലയമുണ്ടെന്ന്. വൈദപ്രഭജ നാളുകൾ 27 എന്നൊരു വർഷം ദൈവത്തിന് അന്ന് കാണിക്കുന്നു. ഉടംതുന്ന ചില വിദേശ രാജ്യങ്ങളിൽ 27 വർഷം നീ വളരെ അനുഗ്രഹമായി നിന്നിട്ട് നീ ഒന്നുമില്ലാത്തവനെന്നതുപോലെ മടങ്ങി നിന്നെ ശത്രു വിട്ട ചില വ്യക്തികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ആത്മാവ് വിവേചിച്ച് ഇന്നു രാത്രികാലം ദൂത് പറയാം. മകനെ, മകളെ, ഇന്നു രാത്രി പരിശുദ്ധ ആത്മാവ് നിന്റെ വിഷയങ്ങളെ ശോധന ചെയ്തറിഞ്ഞ് നിനക്കായി ഒരു പ്രവൃത്തിയുടെ തലം ഇന്നു രാത്രികാലം ആത്മാവ് സെൻഡ് ചെയ്യുകയാ. എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ കയറി ശുശ്രൂഷിച്ച ഒരു പ്ലാറ്റ്ഫോമായത്. യോഗ്യതയില്ലെന്നേ, ഒട്ടും യോഗ്യതയില്ല, ക്വാളിഫിക്കേഷൻസ് പറയാനൊന്നുമില്ല. എന്നാൽ ഇന്നു രാത്രി എന്നിൽ പകരപ്പെട്ട ആത്മാവിന്റെ ശക്തി ചില ഹൃദയങ്ങളുടെ മേൽ ഇറങ്ങുമ്പോൾ, ചില ശരീരത്തിന്മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ, വയസ്സ് ഭാരപ്പെടണ്ടെന്നേ,
ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നീ വേദനിക്കപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ബാംഗ്ലൂർ കടന്നു വന്നപ്പോൾ ശുശ്രൂഷയ്ക്കായി ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോയപ്പോൾ എനിക്ക് ഇപ്രകാരം റിസൾട്ട് വന്നു, ടൈഫോയിഡ്. ഞാൻ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, റിസൾട്ട് നീ ക്ലോസ് ചെയ്യ്, ഞാൻ ശുശ്രൂഷിക്കാൻ പോവുകയാ. അത്ഭുതത്തോടെ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, 3 ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചു. എന്റെ ദൈവം എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചു. ഞാൻ ആത്മാവിൽ വിവേചിച്ച് കാണുകയാ ചില രോഗബന്ധനങ്ങൾ അഴിയുന്നത്. ഞാൻ ആത്മാവിനെ വ്യക്തമായ ഒരു വീഡിയോ ദൃശ്യം പോലെ കാണിക്കുകയാ. നാളുകളായി നിന്നെ കറക്കുന്നത് ഇന്നു രാത്രികാലം അഴിയുകയാ. ലാസ്റ്റിലിരിക്കുന്ന പ്രിയാന്റിയോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, മകളെ, ഇന്നു രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ രാത്രിയാ. ഇന്നു രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ രാത്രിയാ. നാളുകളായി ഒത്തിരി പ്രാർത്ഥിച്ചതാ, വിവേചിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തിൽ ശത്രു ബലഹീനത ഇട്ടപ്പോൾ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരു ചേഞ്ച് യേശുവിൻ നാമത്തിൽ ഇന്നു രാത്രി അത് സംഭവിക്കുക. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള ചില വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപ്പെട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. ശ്രദ്ധിക്കണമേ, ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടഞ്ഞിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്നു രാത്രി സമയം എപ്രകാരം പ്രവർത്തിക്കുന്നുവോ, കർത്താവെ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെ വിട്ടുതരുന്നു, എന്റെ മനസ്സിന്റെ അവസ്ഥകളെ വിട്ടുതരുന്നു. അപ്പാ, ഇന്ന് രാത്രികാലം എന്നെ ഒന്ന് സ്പർശിക്കണമേ. എന്റെ അവസ്ഥകൾ അപ്പാ നീ അറിയുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. അംശോ രാമ സേഥേ ലേഖേ മേദുലി ധൂരാമ ശതുലി റഗൽക്കരയാ. ഇന്ന് രാത്രികാലം ചില മാർച്ചുകൾ നടക്കുകയാ. ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇറങ്ങുമ്പോൾ ദൈവജനത്തിന്റെ വിടുതൽ നാളുകളായി ശത്രു തടസ്സം നിൽക്കുന്ന മണ്ഡലങ്ങൾ ചില മാർച്ചുകൾ നടക്കുകയാ. ഓ രാമ സീഥിലി, ചില മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ച ഇന്ന് രാത്രികാലം ആത്മാവിനെ വ്യക്തമായി കാണിക്കുന്നു. ധൂരാമ ശതുരയാ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. നിങ്ങളുടെ ജനത്തെ സഭയായി ഇന്ന് രാത്രികാലം പൊന്നുതിരുപാദപീഠത്തിലേക്ക് തരുന്നു. ജനത്തിന്റെ അവസ്ഥകളെ അപ്പ അങ്ങ് അറിയുന്നു. ഇന്ന് രാത്രികാലം നല്ലവണ്ണം അങ്ങ് പ്രവർത്തിക്കണമേ. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ആരാഞ്ഞറിയുന്ന ദൈവം ഇന്ന് രാത്രികാലം ജീവിക്കുന്നതിനാൽ ഒരു ഉയർപ്പിന്റെ ശക്തി, ഒരു തേജസ്സിന്റെ ശക്തി, രോഗശാന്തിയുടെ ആത്മാവ്, വീര്യപ്രവർത്തികളുടെ ആത്മാവ് ഇന്ന് രാത്രികാലം ഈ സഭയുടെ ഹോളിനകത്ത് പരിശുദ്ധാത്മാവെ അങ്ങ് അയക്കുമാറാകണമേ. ഹൃദയങ്ങളോട് വ്യക്തിപരമായി അങ്ങ് ഇടപെടണമേ. കുടുംബങ്ങളോട് ഇടപെടണമേ. സഭയുടെ അവസ്ഥകളെ അങ്ങ് മാറ്റണമേ. മുറ്റുമായി സകല ജഡത്തെയും നമ്മുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വചനത്തെ തൃക്കരങ്ങൾ തരുന്നു. അടിയങ്ങൾക്ക് ആവശ്യമായ ദൂത് അങ്ങ് പകരണമേ. അടിയനെയും തൃക്കൈകൾ കർത്താവേ, അടിയനെയും തൃക്കൈകൾ സമർപ്പിക്കുന്നു. ഉപയോഗിക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം ദൈവ തേജസ് ഇറങ്ങണമേ. മുഴുമഹത്വവും തിരുമേനിയെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നാം വായിച്ചത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗിനായി കടന്നു വരുന്നതിന് മുന്നമേ തന്നെ പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായി ഹേമിപ്പിച്ച ചില വചനങ്ങൾ
ചില ആലോചനകൾ ഇന്ന് രാത്രികാലം ഷെയർ ചെയ്തിട്ട് എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ ഇരുപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് നടന്ന ഒരു ഇൻസിഡന്റ് അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ചാപ്റ്ററിന്റെ ഫുൾ കോണ്ടെക്സ്റ്റ് ഇന്ന് രാത്രികാലം നാം വളരെ സാവധാനം സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ ഹൃദയങ്ങൾ പലരുടെയും അടുത്തു വന്ന് ശുശ്രൂഷിപ്പാനോ പ്രാർത്ഥിപ്പാനോ ഒരു പക്ഷേ ഇന്ന് രാത്രികാലം ഇനി കഴിഞ്ഞൊന്നും വരികയില്ല. എന്നാൽ ആത്മാവിൽ ഞാൻ വ്യക്തമായി കാണുന്നു, ദൂത സൈന്യം ഇറങ്ങി അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ അടുക്കൽ വരികയാ. നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു തലത്തിൽ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വചനത്തിൽ കൂടെ പ്രവർത്തിക്കാൻ പോകുകയാ. എപ്രകാരം ആത്മാവ് നയിക്കുവാൻ പോകുന്നത് എനിക്കറിയുകയില്ല. ഏതു രീതിയിലെങ്കിലും ആത്മാവിൽ ഞാൻ ഇന്ന് രാത്രികാലം ശരണപ്പെടുന്നു. ശ്രദ്ധിക്കണമേ, 8-ാം അധ്യായം 1-ാം വാക്യം മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് യേശു ശിഷ്യന്മാരെ വിളിച്ച് അവരോട്. ശ്രദ്ധിക്കണമേ, യേശു കർത്താവിന്റെ പരശുശ്രൂഷ കാലത്ത് ശിഷ്യന്മാരോടൊപ്പം ധാരാളം വ്യക്തികൾ തന്റെ കൂടെ എപ്പോഴും ശുശ്രൂഷകൾ അനുഭവിപ്പാനും ഇത് കാണുവാനും പകരപ്പെടുവാനും ഒരു പ്രത്യേക തലത്തിൽ യേശു തമ്പുരാനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമതായിട്ടാണ് 8-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു ഭക്ഷണത്തിന്റെ ഒരു കുറവ് ഇവിടെ നേരിടുന്നത്. ശ്രദ്ധിക്കണമേ, പലപ്പോഴും അതിനു മുമ്പ് ഒരു ശുശ്രൂഷ വെളിപ്പെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ഇവിടെ യേശു തമ്പുരാനോട് ശിഷ്യന്മാർ ഓടി വന്ന് അവിടെ ഉള്ള ഒരു ക്രമീകരണത്തെ പറ്റി അറിയിക്കുകയാണ്. ധാരാളം വ്യക്തികൾ തന്റെ കൂടെ ഉണ്ട്. എല്ലാ വചനങ്ങളും വായിക്കുവാൻ ഇന്ന് രാത്രികാല സമയമില്ല. ഒരു വലിയ കൂട്ടം പുരുഷാരം തന്റെ കൂടെയുണ്ട്. അവരെ ഭക്ഷിപ്പിക്കുവാൻ വേണ്ടി, അവർക്ക് ആവശ്യമായ ഭോജനം കൊടുക്കുവാൻ വേണ്ടിയുള്ളതൊന്നും തന്റെ പക്കലില്ല. എന്നാൽ യേശു തമ്പുരാനോട് ഇത് അറിയിച്ചതിന് ശേഷം താൻ അവരോടൊരു കാര്യം ചോദിക്കുക: നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറ. ഒന്ന് ചിന്തിക്കണമേ, ഈ അവസ്ഥ നടക്കുന്നത് വെറും ഒരു സ്ഥലത്തിലല്ല. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും നടക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. ആമേൻ. നടക്കുന്നത് ഒരു മരുഭൂമിയില്ല. ഈ മരുഭൂമിക്കകത്ത് ലഭിക്കുവാൻ ഒരു നന്മയുമില്ല. ഈ മരുഭൂമിക്കകത്ത് ലക്ഷ്യം വെക്കുവാൻ മറ്റൊരു സ്ഥലങ്ങളുമില്ല. എന്നാൽ യേശു തമ്പുരാന്റെ വിശ്വാസത്തിന്റെ ഒരു തലം ശിഷ്യന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രക്രിയ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നത്. ശ്രദ്ധിക്കണം, വേണം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആ ദിവസങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ജനത്തിനെ, ആ ദിവസങ്ങൾ ഒരു വലിയ പുരുഷാരം തന്റെ കൂടെ ഉണ്ടായിരുന്ന, അതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക്. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുരുഷാരത്തെയാ താൻ നിറയ്ക്കുവാൻ പോകുന്നത്. ആത്മാവിൽ പലപ്പോഴും നാം മാറി നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇന്ന് രാത്രികാലം ജീവിതങ്ങളോട് വിരൽ ചൂണ്ടി പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുക: നീ ക്രിസ്തുവിനോട് അടുത്തു വരുന്ന മാത്രയിൽ, ക്രിസ്തുവിന്റെ ശുശ്രൂഷയോട് ആത്മചൈതന്യത്തോട് നീ അടുത്തു വരുന്ന അവസരങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ആഗ്രഹം, ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ തുടങ്ങുകയാണ്. എത്ര പേര് രാത്രികാലം വിവേചിച്ചറിയുന്നു എന്ന് ഞാൻ കടങ്കേറി 1,49,000 ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. നാളെ മോർണിംഗിൽ 1,49,000 നിനക്ക് ആവശ്യമെന്നിരിക്കെ ഇന്നു രാത്രികാലം ഏത് ഉറവ തുറക്കുമെന്നറിയാത്ത ചില വ്യക്തി ജീവിതം ഇതിനകത്തിരിപ്പുണ്ട്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടിയുള്ള സ്രോതസ്, നിനക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി പരിശുദ്ധ ആത്മാവ് ഒരുക്കിയിരിക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുത്താൽ ആത്മശക്തി ഇറങ്ങുകയാ. ഉള്ളം തുള്ളുന്ന ചില വ്യക്തികളെ ഞാൻ കാണുന്നു. ആത്മാവിൽ സന്തോഷിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഞാൻ കാണുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്കായുള്ള സ്രോതസ്. രാത്രികാലം ആത്മാവ് തുറന്നിരിക്കുകയാ. ഇന്ന് രാത്രികാലം തുറന്നിരിക്കുക. വല്ലതും വിളിച്ചു പറഞ്ഞിട്ട് പോകുവാനല്ല ഞാൻ ഇന്ന് രാത്രി സമയം ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ഉള്ളിൽ പകർന്ന, എന്റെ ഉള്ളിൽ ആത്മാവ് വ്യാപരിപ്പിച്ച ചില ചിന്തകൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഒന്ന് തിരിച്ചറിയുന്നു: മുൻവിധികൾ മാറണമേ, മുൻവിധികൾ മാറണമേ. പലപ്പോഴും ഉണ്ടാവാറുള്ളതാ. 21 വയസ്സുകാരൻ വിളിച്ചു പറയുന്ന അംഗീകരിക്കാൻ ഒരു പക്ഷെ ബുദ്ധിമുട്ട് കാണും. ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ഒരു സ്നേഹത്തിൽ ഞാൻ വിളിച്ചു പറയുക: വചനത്തിന് ശാപമായി നിൽക്കാതെ, ആത്മപ്രവർത്തിക്ക് ശാപമായി നിൽക്കാതെ ഇന്ന് രാത്രികാലം ദൂതന് മുമ്പിൽ സമർപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധത്വം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. ഇതാ ഇവിടെ കാണുന്ന ഒരു വലിയ കൂട്ടം പുരുഷാരത്തെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഭക്ഷിപ്പിക്കുവാൻ വേണ്ടി യേശു തമ്പുരാൻ ഇറങ്ങിത്തിരിക്കുക. വേറെ ആരുമല്ല കേട്ടോ, യേശു തമ്പുരാൻ ഇറങ്ങിത്തിരിക്കുക. ഇത്ര വലിയ ഭാഗ്യം ലഭിച്ചിട്ടും
ഇത്ര വലിയ ശ്രേഷ്ഠമായ പദവി ലഭിച്ചിട്ടും എന്തേ നാം തിരിച്ചറിയുന്നില്ല? നമ്മുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്ന ഏതവസ്ഥയാ ഇന്ന് രാത്രിക്കാൽ നമ്മുടെ ജീവിതത്തിൽ ഭാരമായിരിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധത വിളിച്ചു ചോദിക്കുന്നു, ഞാൻ തന്നെ യേശു തമ്പുരാൻ നിനക്കായി ഇറങ്ങി വന്നിട്ടും ഇന്നും കണ്ണു തുറന്ന് കാണാതെ നിന്നെ അന്ധത പിടിപ്പിച്ചു വെച്ച ശക്തികളോട് ഇന്ന് രാത്രിക്കാലം ഒന്ന് ഗുഡ് ബൈ പറയുവാൻ ആത്മാവിൽ നീ ശരണപ്പെടുന്നെങ്കിൽ ആത്മാവ് വ്യക്തമായി കാണിക്കുന്നു. നടുക്കത്തെ റോയിൽ ഒരു സർക്കിൾ മുഹറബദികൾക്കടയ ഒരു സർക്കിൾ രൂപേണ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇറങ്ങി ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന തലങ്ങൾ ആത്മാവിൽ നിന്ന് രാത്രിക്കാലം ഞാൻ കാണുന്നു. ഇന്നു രാത്രി പ്രാപിക്കേണ്ട തലത്തിൽ പ്രാപിച്ചോണേ, പ്രാപിക്കേണ്ട തലത്തിൽ പ്രാപിച്ചോണേ, പ്രാപിക്കേണ്ട തലത്തിൽ പ്രാപിച്ചോണേ. മസില് പിടിച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ ഒന്ന് മാറട്ടെ. ഇന്ന് രാത്രികാലം ആത്മാവൊന്ന് ഇറങ്ങട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യമാ, ആത്മാവിൽ തുള്ളുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമാ, നിങ്ങൾക്ക് കരയുവാൻ സ്വാതന്ത്ര്യമാ. എന്റെ അപ്പച്ചന്റെ മുൻപാകെ കരയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ലജ്ജിക്കുന്നില്ല. ഷറമ സിക്കറയ റിഗൽക്കടയ തുറമ സേത്തെ ലീകച്ചുട്ടമ സിതിലി അംതുറമ സേത്തെ ലേകെ മേശോതുനിസി ഡഗമ ബബബബറമ ശംതുനിമി സേതി റിഗൽക്കടയ. ഓൺലൈനിൽ എന്നെ പ്രേക്ഷകോവിശി വീക്ഷിക്കുന്ന ഒരു ദൈവദാസിയുടെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ വലതുകാൽ മുറിച്ചു മാറ്റുവാൻ കഴിഞ്ഞ നാളുകൾ ശത്രു നിനക്കായി ഒരുക്കിയ ചില വഴികളെ ഇന്നു രാത്രികാലം എന്റെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ കരം, ആത്മാവിന്റെ കരം നിന്റെ മേൽ വെക്കപ്പെടുകയാ. ആത്മാവിന്റെ കരം ഇന്ന് രാത്രികാലം നിന്റെ മേൽ വെക്കുകയാ. In the name of Jesus, in the name of Jesus. ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു, ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാ, ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാ. പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു തലത്തിൽ പോലും എന്റെ ജീവിതത്തിൽ 21-ാം വയസ്സ് കഴിയുന്ന ഈ സെക്കൻഡ് ഒരു ദിവസത്തിൽ പോലും സന്തോഷത്തോടെ എന്റെ ദൈവസന്നിധിയിൽ ഒന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും കഴിയാത്ത മേഖലകൾ ഒത്തിരി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ചില ജീവിതങ്ങളിൽ ഇറങ്ങുകയാ. ഇതുവരെ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ലേ? പൊട്ടിക്കര, ഇന്ന് രാത്രികാലം നീ പൊട്ടിക്കര. ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളോട് പറയുന്നത്, നീ പൊട്ടിയൊന്ന് കര. ആത്മാവ് ചില സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാ. യേശു തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇറങ്ങുമ്പോൾ നീ പൊട്ടിയൊന്ന് കര. എനിക്കൊരു തുള്ളി കണ്ണുനീർ പോലും ഒഴുക്കാതിരിക്കാൻ കഴിയുന്നില്ല, ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. ദൈവ സാന്നിധ്യമാണ് നിർത്തിയിരിക്കുന്നത്, ദൈവ കൃപയാണ് നിർത്തിയിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് മരണം പറഞ്ഞതാ, ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചതാ. കടയാ ഉള്ളിൽ സന്തോഷിച്ച ചില ജീവിതങ്ങളെ ഞാൻ കാണുന്നു. ആത്മാവിൽ പൊട്ടി കരയുന്നവരെ ഞാൻ കാണുന്നു. നിങ്ങളുടെ വിടുതലേ എന്റെ യേശു തമ്പുരാ, എന്റെ യേശു തമ്പുരാ നിങ്ങളുടെ വയറുകളെ നിറയ്ക്കുവാൻ ഇന്ന് രാത്രികാലം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുക. ശ്രദ്ധിക്കണമേ, ശിഷ്യന്മാരുടെ പക്കലുള്ളത് ആകെ 7 അപ്പമാണ്. ഈ കോണ്ടെക്സ്റ്റ് പഠിക്കണമേ, 7 അപ്പം മാത്രമാ ശിഷ്യന്മാരുടെ പക്കലുള്ളത്. 4000-ഓളം പേരെ യേശു തമ്പുരാൻ നിറയ്ക്കുകയാണ്. 4000-ഓളം പേരെ യേശു തമ്പുരാൻ നിറയ്ക്കുകയാ.
ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധം മറ്റൊരു തലത്തിലേക്ക് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, 5000-ഓളം പുരുഷന്മാരെ മാത്രം പോഷിപ്പിച്ച ഒരു കോണ്ടെക്സ്റ്റ്, 5 അപ്പവും 2 മീനും മാത്രം ഉണ്ടായിരുന്ന ഒരു ബാലകൻ തന്റെ പക്കൽ, യേശു തമ്പുരാൻ ചോദിച്ചു ശിഷ്യന്മാരോട്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഒരു ബാലകന്റെ പക്കൽ 5 അപ്പവും 2 മീനേ ഉള്ളൂ. ഞാൻ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, ഒരു വലിയ ശുശ്രൂഷയോടെ വെളിപ്പെട്ടു. എന്നാൽ വെളിപ്പെടേണ്ട സാഹചര്യം നിങ്ങൾ തിരിച്ചറിയണമേ. ഒരു പിഞ്ചു ബാലകൻ തന്റെ പക്കലുള്ളത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഒരു പിഞ്ചു ബാലകൻ തന്റെ പക്കലുള്ളത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശുശ്രൂഷയോടെ വെളിപ്പെട്ടു. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പക്കലുള്ളത് ചെറുതോ വലുതോ നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. യെസ് 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 യെസ്. ഓ ശരബാര റിബാബ റൂകമാന റൂപാരബാ ശാത തീപാരബാ സതുരയ അംദര റിഗൽക്കടയ ശോരബരബ സുതുരിബാസി അരഗതുന റിഗൽക്കരയ വൈദതുനി അടബവുടം ബൗഷംപുലി റിഗൽക്കരയ ദിഗത്ത് രാത്രികാലങ്ങളിൽ ദുടം തുന റിഗൽക്കരയ അംശം ദുനം തിര ദിഗൽക്കരം 6 തലകൾ ദുഗത്തുനി റഗക്ഷരയ 6 തലകളുള്ള ചില രൂപങ്ങൾ കുടുംബമായി തൂരാമാസീത്തിൽ ഇതിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നാളുകളായി ഭയപ്പെടുത്തുന്ന ചില ശക്തികൾ ദൂരാമാസീത്തിലി നിന്റെ കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നു രാത്രികാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മസാന്നിധ്യം ദൂതഗണം ഇറങ്ങി ഇന്ന് രാത്രികാലം ചിലതിനെ ഛേദിച്ചു കളയുകയാ. ദൂതഗണം ഇറങ്ങി ഇന്നു രാത്രി ഛേദിച്ചു കളയുകയാ. ദേശത്തിന്റെ അന്ധകാര ശക്തികൾ ഇന്നു രാത്രി അടിയറവ് പറയുകയാ. വൈശമാന റീഭാരാധ Toraka satarate riparaso torete lekisi surababa vaidavara andara digathuneya ഡഗക്ഷരയ ദിഗൽക്കരയ അധുര ദിഗൽക്കര. ശ്രദ്ധിക്കണമേ, ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടുകയാ. പക്കലുള്ള ഒരു ചെറുതുകൊണ്ട് ഇന്ന് രാത്രികാലം ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. ശ്രദ്ധിക്കണം, യേശുവും ശിഷ്യന്മാരുമായി ഒരു വലിയ ശുശ്രൂഷയും കറഞ്ഞ് തങ്ങൾ മുമ്പോട്ട് പടകിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ പക്കൽ ഒന്നുമില്ല. അവരുടെ പക്കലുള്ളത് ആകെ ഒരു അപ്പമാ. യേശു തമ്പുരാൻ അവിടെ ചോദിപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണമേ, അതിന്റെ 8-ാം അധ്യായം 17-ാം വാക്യം. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പം ഇല്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് ഈ എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതും ഇല്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം കൊണ്ട് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്നവർ അവനോട് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, യേശു തമ്പുരാൻ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുകയാ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ശിഷ്യന്മാരുടെ ചില ടെസ്റ്റ് ഇന്ന് രാത്രികാലം നടന്നുകൊണ്ടിരിക്കുക. ശിഷ്യന്മാരുടെ ചില ടെസ്റ്റ് ഇന്ന് രാത്രികാലം നടന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ പുരുഷാരവും ശിഷ്യഗണവും യേശു തമ്പുരാനോടൊപ്പം തന്നെ പരസ്യ ശുശ്രൂഷ കാലത്ത് മുഴുവനുണ്ട്. ആത്മാവിന്ന് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുക. പ്രാരംഭത്തിൽ ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. വലിയൊരു പുരുഷാരത്തെ വയറ് നിറച്ചു. പടകിൽ കയറുവാൻ വന്നപ്പോൾ ഒന്നുമില്ല എന്ന ശബ്ദം ശിഷ്യന്മാരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ യേശു തമ്പുരാൻ വിളിച്ചു ചോദിച്ചു, ഇന്ന് വരെ നിങ്ങളെ നിർത്തിയ, ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി പകർന്ന ദൈവ സാന്നിധ്യം ഇന്നും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ഒരു വലിയ ശുശ്രൂഷ കണ്ടിട്ട്, പാരമ്പര്യത്തിന്റെ പെന്തക്കോസ്ത് ശുശ്രൂഷ നാളുകളായി കണ്ടിട്ടും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നും ഒരു സമാധാനം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഇന്നും ഒരു ദൈവ സാന്നിധ്യം നീ തിരിച്ചറിയുന്നില്ല എങ്കിൽ, കണക്ക് പറഞ്ഞേ മതിയാകൂ. ഗ്രീൻ കളർ സാരി ഉടുത്ത പ്രിയാന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, തുറമ സഥനി
ഷതല വൗഷംതുനി. ചില ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റൂക്കാമ സേത്തിലികൾക്കറിയാം. ചില ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നാളുകളായി എന്റെ സന്നിധിയിൽ നീ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നു രാത്രികാലം ആത്മാവ് നിനക്കായി ചില ഉത്തരങ്ങൾ പകരുകയാ. നിനക്കായി ചില ദൈവിക സമാധാനങ്ങൾ, ചില ദൈവിക അത്ഭുതത്തിന്റെ തലങ്ങൾ ഇന്നു രാത്രികാലം പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നുവെന്ന് ആത്മാവ് ശക്തിയോടെ ദൂത് പറയുന്നു. യെസ്, ശ്രദ്ധിക്കണമേ. ഇവർ മടങ്ങി വരുമ്പോൾ, കടന്നു വരുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ദൈവം യേശു തമ്പുരാൻ അവരുടെ മുമ്പാകെ വിൽക്കുകയാ. നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇന്നും നിങ്ങൾ ചിരിച്ചറിയുന്നില്ലയോ? നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഇന്നും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ഈ കോണ്ടെക്സ് കടന്നു വരുമ്പോൾ നടക്കുന്ന ഒരു ശുശ്രൂഷയാ നാം പ്രാരംഭത്തിൽ വായിച്ചത്. ബത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടൻ യേശു തമ്പുരാന്റെ അടുക്കൽ വന്നു. ഇവൻ ഒറ്റയ്ക്ക് വന്നതല്ല, ഒരു കൂട്ടം ഇവന്റെ അടുക്കൽ കൊണ്ടുവന്നതാ. ഒരു കൂട്ടം ഇവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ലക്ഷ്യമുണ്ട്, ഇവനിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി കാണണം. ശ്രദ്ധിക്കണം, ഞാൻ അവിടെ ചിന്തിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട്. ശിഷ്യന്മാരുടെ മാറ്റം യേശു തമ്പുരാനെ കണ്ടേ മതിയാകും. കൂടെ വരുന്ന പുരുഷാരം നാളുകളായി വിടുതൽ കാണുന്നെങ്കിലും ഒരു ഉറപ്പ് ഇന്നു വരെ അവർ പ്രാപിച്ചിട്ടില്ല. ഒരു ഉറപ്പ് ഇന്നു വരെ അവർ പ്രാപിച്ചിട്ടില്ല. എന്നാൽ യേശു തമ്പുരാൻ ബത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കൂട്ടം ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. താൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ ശ്രദ്ധിച്ചോണമേ. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുവന്ന് അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. ശ്രദ്ധിക്കണമേ, അവന്റെ കുരുടനെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവന്റെ കയ്യിൽ പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയി കണ്ണിൽ തുപ്പി. തൊടുവാനിടയായി. യെസ്, തൊടുവാനിടയായി. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. നീ വലതും ഒന്ന് പറയാൻ കഴിയുമോ? ബൈബിൾ ഉള്ളവർ പ്ലീസ്. നീ വലതും. യെസ്, നീ വലതും കാണുന്നുവോ? ഈ വ്യക്തി പറഞ്ഞൊരു മറുപടി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവൻ മേൽപ്പെട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, കാഴ്ച പ്രാപിക്കുവാൻ ആഗ്രഹവുമായി ഒരു കുരുടൻ യേശു തമ്പുരാന്റെ അടുക്കൽ ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ യേശു തമ്പുരാൻ അലിവ് തോന്നിയിട്ട് തന്റെ കരത്തെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കണ്ണിൽ തുപ്പി തൊട്ടു. എന്നിട്ട് അവനോടൊരു ചോദ്യം ചോദിക്കാൻ, നീ വല്ലതും കണ്ടോ? അവൻ പറയുന്ന മറുപടി എന്താ? അവൻ കണ്ടു. ആരെയാ? മനുഷ്യരെ. അവൻ കണ്ടിട്ട് വിളിച്ചു പറയുന്നൊരു കാര്യമാ, മനുഷ്യർ മരങ്ങൾ പോലെ. യെസ്, അവൻ കാണുന്ന ഒരു കാഴ്ച, അവൻ മനുഷ്യരെ കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയാ കാണുന്നത്? മരങ്ങൾ നടക്കുന്നത് പോലെ. എന്നാൽ യേശു തമ്പുരാൻ അടുത്ത ഒരു ശുശ്രൂഷ ചെയ്തു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈ വച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നിങ്ങൾ വ്യക്തമായി ഒന്ന് ശ്രദ്ധിക്കണമേ. ഒരു നിമിഷം എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഇവിടെ നടന്ന ശുശ്രൂഷ എന്താ? ആക്ച്വലി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഇവിടെ എന്താ ശുശ്രൂഷ നടന്നത്? ഒരു കുരുടനായ ഒരു വ്യക്തിയെ യേശു തമ്പുരാന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഒത്തിരി ആഗ്രഹമാ. ഈ ശിഷ്യന്മാരും വിചാരിച്ച് നോക്കി നിൽക്കുക എന്താ നടക്കണമെന്ന്. എന്നാൽ യേശു തമ്പുരാൻ മുന്നമേ അറിഞ്ഞു ഇത് നടക്കണമെങ്കിൽ ഉടം തുന റികൾ കടയ മനസ്സിന്റെ കെട്ടുകൾ പൊട്ടിമാറിയേ പറ്റൂ. അവന്റെ അതരത്തിലിരിക്കുന്ന ചില പൊട്ടുകൾ യെസ് നിന്റെ അതരത്തിൽ ശത്രു നാളുകളായി വെച്ചിരിക്കുന്ന ചില ബന്ധനത്തിന്റെ ശക്തി ഇന്നു രാത്രികാലം അഴിഞ്ഞു മാറിയേ പറ്റൂ. നാളുകളായി ദൂതുകൾ പലത് കേട്ടിട്ടും ഇന്നും സമർപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ അതരത്തിന് മേൽ വെച്ചിരിക്കുന്ന ചില ശത്രുവിന്റെ കെട്ടുകളെ ഇന്ന് രാത്രികാലം വിടപറ. ഉള്ളിൽ സന്തോഷിക്കുക, ഞാൻ ആത്മാവിൽ സന്തോഷിക്കുക. ശ്രദ്ധിക്കണമേ, ആദ്യം യേശു തമ്പുരാൻ തൊട്ടപ്പോൾ ഈ കുരുടൻ പറയുക, ഞാൻ കാണുന്നുണ്ട് യേശുപ്പച്ച. എന്താ ഇവൻ കാണുന്നറിയാവോ? മരങ്ങൾ പോലെ നടക്കുന്നതാ. എന്റെ കുഞ്ഞെ, നിനക്കെന്തിനും പ്രാപിച്ചെന്ന് പറഞ്ഞാ പോരെ? എന്തിനാ വല്ലവരെയൊക്കെ ബോധിപ്പിക്കാൻ നീ വല്ലതൊക്കെ കണ്ടെന്ന് പറയുന്നേ? മനസ്സിലായില്ലല്ലേ? യേശു തമ്പുരാൻ ആദ്യം തൊട്ടപ്പോൾ ഇവൻ എന്താ പറഞ്ഞത്? ഇവൻ കാണുന്നു. പക്ഷെ എന്തുവാ കാണുന്നത്? മരങ്ങള്. കാഴ്ച പ്രാപിച്ചവൻ എങ്ങനെ മരങ്ങളെ കാണുന്നേ? മനുഷ്യൻ മരങ്ങളെ പോലെ നടക്കുന്നത് എങ്ങനെ കാഴ്ച പ്രാപിച്ചവൻ കാണുന്നേ?
ഇന്നു രാത്രികാലം ആത്മീക മർമ്മം ജനം തിരിച്ചറിയട്ടെ. നീ വ്യക്തമായ കാഴ്ച പ്രാപിച്ചെങ്കിൽ മനുഷ്യനെ പോലെ നീ തിരിച്ചറിയും. അയ്യോ, മനസ്സിലാകുന്നില്ലേ? ഇന്ന് രാത്രികാലം മനസ്സിലാകുന്നില്ലേ? നീ വ്യക്തമായ കാഴ്ച ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രാപിച്ചെങ്കിൽ മനുഷ്യനെ മരങ്ങളെ പോലെ നീ കാണത്തില്ല. മനുഷ്യനെ മരങ്ങളെ പോലെ കാണത്തില്ല. വല്ലതുമൊക്കെ വരച്ചു വെച്ചിട്ട് നിങ്ങളുടെ മുമ്പാകെ ഒരു വലിയ വിടുതലായി എന്ന് പറഞ്ഞിട്ട് പോകുവാൻ എനിക്ക് താല്പര്യമില്ല. വ്യക്തമായ കാഴ്ച പ്രാപിച്ചിട്ട് പോയാ മതി. വ്യക്തമായ കാഴ്ച പ്രാപിച്ചിട്ട് ഇന്ന് രാത്രി പോയാൽ മതി. ശ്രദ്ധിക്കണമേ, യേശു തമ്പുരാന് കോണ്ടെക്സ്റ്റ് മനസ്സിലായി. രണ്ടാമതായി ഒന്നും കൂടെ അങ്ങ് തൊടുകയാ. കുഞ്ഞേ, ആദ്യം നിന്നെ ഞാനൊന്ന് പരീക്ഷിച്ചതാ. പരീക്ഷിച്ചതാ. നീ കുരുടനാ. നാളുകളായി കാഴ്ച എന്തെന്ന് നിനക്ക് അറിയത്തില്ല. ലോകം എന്തെന്ന് നിനക്ക് അറിയത്തില്ല. നിന്നെ കൊണ്ടുവന്നവർ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്റെ ചെവിക്കകത്ത്. ഇപ്രകാരം യേശു തമ്പുരാൻ തൊടുമ്പോൾ ചിലതൊക്കെ കാണണമേ എന്ന് പറഞ്ഞോണേ എന്ന്. ഇന്ന് രാത്രികാലം ആത്മാവ് വിവേചിച്ചു പറയുക, നീ കണ്ടെങ്കിൽ മാത്രമേ, നീ വല്ലതുമൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ ഇന്ന് രാത്രികാലം എന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. ഇന്ന് രാത്രികാലം ഒരു പുകമറയത്തിനകത്ത് നിർത്തി ലോകത്തിന്റെ മുമ്പിൽ കണ്ണിൽ പൊടിയിടുവാനുള്ള ശുശ്രൂഷയല്ല, മറിച്ച് തേജസ്സിന്റെ ശുശ്രൂഷയാ. ഒരു ഫുൾഫിൽമെന്റിന്റെ ശുശ്രൂഷയാ. ഒരു മുഴുമിപ്പിക്കുന്ന ശുശ്രൂഷയാ. വേദി പ്രവചകക്ഷരയ ആത്മാവിൽ നിറയപ്പെടുകയാ. ആത്മാവിൽ നിറയപ്പെടുകയാ. ആത്മാവിൽ ദൈവദാസ നിറയപ്പെടുകയാ. ശോറമന റിഗതുലയ അസ്തോദ റിഗക്ഷോറമസേതേ തുറമസിതി അരം ശോലബ ശംദുന ദിഗൽക്കരയലഗടകം അസ്തോ റികമസിതിലിതി അടം തുരബോ ശംദോ രേകെ തുറസേതേ യെസ് ഡുകമസേതേ യെസ്. എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക, ഇന്നു രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ രാത്രി ഉറങ്ങുവാൻ വിടാതെ ശത്രു നിന്റെ നന്മയെ ഒരു മൂടുപടമിട്ട് മറച്ചു വെക്കുമ്പോൾ ഇന്നു രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്കായി ഒരു പ്രവൃത്തി. നിന്റെ കണ്ണിനി നനയേണ്ട. ഉയരത്തിലേക്ക് കണ്ണുയർത്തി അപ്പാ അപ്പാ സകലത്തിനും നന്ദി. ആത്മാവിൽ കണ്ടുകൊണ്ട് തുരമ ശതലയ റുകമ സേത്തെ റിക മൗസംദിരി രേഖ എന്ന് പേരുള്ള ഒരു ദൈവത്തിന്റെ ദാസിയെ ഇന്ന് രാത്രികാലം ആത്മാവിനെ കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്രെയിൻ ട്യൂമർ മാറുകയാ. ബ്രെയിൻ ട്യൂമർ in the name of Jesus മാറുകയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കുരുടനെ യേശു തമ്പുരാൻ പരീക്ഷിച്ചിട്ട് തിരിച്ചറിഞ്ഞില്ല. തുപ്പി കണ്ണി തൊട്ടിട്ട് വിളിച്ചു പറയാൻ കാണുന്നുണ്ട്, പക്ഷെ മരങ്ങളെ പോലെ കാണുന്നത്. എന്നാൽ യേശു തമ്പുരാൻ പറയാ, കുഞ്ഞെ, ഞാൻ തരുന്ന കാഴ്ച ഇതല്ല, ഞാൻ തരുന്ന ദൈവപ്രവൃത്തി ഇതല്ല, മറിച്ച് എന്റെ മേലൊരു ശക്തിയുണ്ട്. അത് നിന്റെ മേൽ ആവഹിക്കപ്പെടേണ്ട രീതിയിൽ, നിന്റെ മേൽ ഇറങ്ങേണ്ട രീതിയിൽ ഇറങ്ങുമ്പോൾ നീ പ്രാപിക്കുന്ന കാഴ്ച, നീ കാണുന്ന കാഴ്ച, ആത്മാവിൽ തുള്ളുന്ന ചിലരെ ഞാൻ കാണുകയാ. ശത്രു ഇട്ടിരിക്കുന്ന ചില പാടകൾ മാറുകയാ. ചില കാഴ്ച ഇന്നു രാത്രി മടങ്ങി വരികയാ. ചില കാഴ്ച ഇന്നു രാത്രി മടങ്ങി വരികയാ.
കണ്ണിന്റെ ഓപ്പറേഷന് ഡേറ്റ് എഴുതി ഡോക്ടർ നിന്റെ കൈ തന്ന് നീ ഡേറ്റുമായി കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നു രാത്രികാലം ആത്മാവ് വിളിച്ചു പറയുന്നു, യേശു തമ്പുരാൻ നിന്നെ കണ്ണിൽ തൊട്ട് കഴിഞ്ഞു. യേശു തമ്പുരാൻ നിന്നെ കണ്ണുകളിൽ തൊട്ട് കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ പ്ലീസ് എന്റെ ദൈവത്തിന് നന്ദി പറ. എന്റെ ദൈവത്തിന് നന്ദി പറ. അവൻ സ്തുതി കൊതിയനല്ല, മറിച്ച് അവൻ സ്തുതിക്ക് യോഗ്യനാ. അവൻ സ്തുതിക്ക് യോഗ്യനാ, സർവമഹത്വത്തിന് യോഗ്യനാ. ഒരു ടേബിളിന്റെ മുൻപിലിരുന്ന് ഉടമാതകൾക്കര ഒരു ചെയർ വലിച്ചിട്ട് അടത്തുന രണ്ട് കൈകളും ഇപ്രകാരം വെച്ച് കണ്ണുനീർ വാർക്കുന്ന ഒരു ദൈവദാസനെ ആത്മാവിനെ കാണിക്കുന്നു. ചില ഫോൺ കോളുകൾ നിനക്ക് ഭാരമായി നിൽക്കുമ്പോൾ, ചില ഫോണെങ്കിലും ഞാൻ ആത്മാവ് തന്നതാ വിളിച്ചു പറയുന്നത്. ഈ ദിവസങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുകയാ. ഈ ദിവസങ്ങൾ നിങ്ങൾ ദർശിക്കുവാൻ പോകുകയാ. ഓ ഓ ഓ താങ്ക് യു ജീസസ്. Thank you, Jesus. Thank you, Holy Spirit. യഥാർത്ഥമായ കാഴ്ച ഇന്ന് രാത്രി നീ പ്രാപിക്കട്ടെ. യഥാർത്ഥമായ കാഴ്ച ഇന്ന് രാത്രി നീ പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കണമേ, ഈ കൂട്ടത്തിലെല്ലാം ദൂതന്മാർ, ശിഷ്യന്മാർ ഇവന്റെ കൂട്ടത്തിലുണ്ട്. യേശു പുരുഷാരവുമായി കടന്നു പോകുന്ന മാത്രകളിലെല്ലാം ശിഷ്യഗണം തന്റെ കൂടെയുണ്ട്. ഇവർ ഇപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ ഒരു രാത്രി സമയം ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി യേശു തമ്പുരാൻ വിളിച്ചു പറയുക, ദൈവപുത്രൻ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഒരു പക്ഷേ ഞാൻ നിങ്ങളെ വിട്ടു പിരിയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ ആരെന്ന് തിരിച്ചറിയുന്നു. നിങ്ങൾ എന്നെ ആരെന്ന് തിരിച്ചറിയുന്നു. റൂഖാമ സന്ദരയ, നാളുകളായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു. ഇന്ന് രാത്രികാലം വളരെയധികം വിഷമത്തോട്, ഭാരത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു ചോദിക്കുകയാ, എന്നെ ഇന്ന് രാത്രി നീ ആരെന്നാ മനസ്സിലാക്കുന്നേ? ഒരു പാസ്റ്ററാണോ? ഒരു പ്രവാചകനാണോ? ലോകത്തിലെ ദൈവങ്ങളല്ല, ഈ ലോകത്തിലെ ദൈവങ്ങളല്ല, ഈ ലോകത്തിലെ ദൈവങ്ങളല്ല. ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ എന്റെ ദൈവം ആരെന്ന് തിരിച്ചറിയണമേ. എന്റെ ദൈവം ആരെന്ന് തിരിച്ചറിയണമേ. എന്റെ ദൈവം ആരെന്ന് തിരിച്ചറിയണമേ. നാളുകളായി ശിഷ്യഗണം കാണുകയാ, യേശു തമ്പുരാന്റെ വീര്യപ്രവർത്തികൾ കാണുകയാ. ഇന്നും അവർ തിരിച്ചറിയപ്പെടുന്നില്ല. ഇന്നും യേശു തമ്പുരാൻ ആരെന്ന് ഈ ശിഷ്യഗണം തിരിച്ചറിയുന്നില്ല. എന്റെ യേശു ആരെന്ന് ഈ ശിഷ്യഗണം തിരിച്ചറിയുന്നില്ല. യേശു തമ്പുരാൻ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ പോകുവാൻ സമയമായി. ഈ ശിഷ്യഗണം എനിക്കായി പ്രവർത്തിക്കണം. ഒന്ന് കണ്ണിൽ തൊട്ടപ്പോൾ നിന്റെ കണ്ണിൽ കാഴ്ച വന്നു എന്ന് ശത്രു നിന്റെ മേൽ തെറ്റായ ചിന്ത വരുത്തിയെങ്കിൽ, കുഞ്ഞെ, സഹോദരങ്ങളെ, ആത്മാവിൽ പ്രിയങ്ങളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, കഴിഞ്ഞ നാളുകൾ കബളിപ്പിക്കപ്പെട്ട് ഭാരപ്പെട്ടു പോയ ചില തലങ്ങളിൽ നിന്ന് എന്റെ ആത്മാവ് നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന കാഴ്ചകൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. സമൂഹത്തിന് മുമ്പിൽ ഒരു നിന്നാപാത്രമായി നിന്നെ വലിച്ചു കീറുവാൻ ശത്രു പോരുകളിട്ടപ്പോൾ എന്റെ കരം നിനക്കായി ഇറങ്ങിയത്, എന്റെ കരം നിനക്കായി പ്രവർത്തിച്ചത് ഇന്നു രാത്രികാലം പിന്നെയും ഓർക്കുവാൻ എന്റെ ദൈവത്തെ ഇന്ന് രാത്രികാലം തിരിച്ചറിയട്ടെ.
എന്റെ ദൈവത്തെ ഇന്ന് രാത്രികാലം ഇതൊരു തിരിച്ചറിയട്ടെ. ഈ ലോകത്തിലെ ദൈവങ്ങളല്ല, ഈ ലോകത്തിലെ ഒരു സഭയല്ല, മറിച്ച് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അവൻ തേജോമയനായി, അവൻ തേജോമയനായി ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങുകയാ. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശനായവൻ, തകർത്ത ഇടി മുഴക്കം പോലെ ശബ്ദമുള്ളവൻ ഇന്ന് രാത്രികാലം ഇറങ്ങുകയാ. ഇന്ന് രാത്രികാലം ഇറങ്ങുകയാ. ഇന്ന് രാത്രി സമയം ഇറങ്ങുകയാ. ഇന്ന് രാത്രി സമയം ഇറങ്ങുകയാ. ഓ റദലബ ശാരദമസതരയ റികമബബബബബരാതി ദുരമശംതോരമസി ലാകാസതല റിപരമശെ തോലെതെരeke ദിസരചോ ദുരവര റിഗദല ദിഗദല അടവന റിഗദല ദിഗടക അസ്താരാജമശത്തെ തുനമ സന്തരയ റുകമ ശംതോരമേ ശോതുലികൾ കരം. സാമുവേൽ എന്നൊരു വ്യക്തി ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇരിപ്പുണ്ടോ? സാമുവേൽ തുനമ അങ്കിൾ പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? റുകമ ശതനയ അടം തുനാർ പ്ലീസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. എന്റെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇറങ്ങുകയാ. റകമ ശോതുനിധി റാഥാസേത്തെ ലേകെ മോഷോ ദുരാധനബ സന്തുരമ അടഗക്ഷരയ റീബട്ടുടബ അന്തോരമ സന്തുരി അടഗക്ഷ റീകാമസെ ദുരാധന. യെസ്, ആത്മസാന്നിധ്യം വ്യാപരിക്കപ്പെടുന്ന ഒരു തല ഞാൻ കാണുന്നു. റൂകമ ശന്തുനയ അടത്തുല റികൾക്കര പെരുപ്പിന്റെ റൂകമ സാതലയ ഒരു ഭാഗം തളർന്നു പോകുന്നത് പോലെ ശത്രു നിന്നെ കെട്ടിരിക്കുന്ന തലങ്ങൾ റൂകമന ശരീരമാകെ പെരുത്ത് നിന്നെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രികാലം അഴിയുകയാ. ഇന്ന് രാത്രി അഴിയുകയാ. ആത്മവിവശതയുണ്ടാവുകയാ. ആത്മസാന്നിധ്യം ഇറങ്ങുകയാ യേശുവിൻ നാമത്തിൽ. യെസ് യെസ് യെസ്. തുരബബബറബ സന്തരയ അടതുന റികൾക്കടയ ഹംസോ റികമസെ ദോ ലോ തോ രി തെ രെ ദികാശ Ruthama Shatuna Aratuna Rigalkaram. In the name of Jesus. In the name of Jesus. Adirangapadiya. Adiragugaya. 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 Oh. Oh. Yes. Yes. And the ദൈവത്തിന് നന്ദി. എന്റെ ദൈവത്തിന് നന്ദി. എന്റെ ദൈവത്തിന് നന്ദി. എന്റെ ദൈവത്തിന് നന്ദി. വളരെ ശാന്തമായി, വളരെ ശാന്തമായി ആത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തലവനെ കാണിക്കുന്നു. ആത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തലവനെ കാണിക്കുന്നു. തൂരാനാഥ സാധാലതയ അറക്കരത കച്ചിനി ദീകൾ കടത്തുനത്തര ജനാറിക്കത്തെ. എന്റെ ദൈവം തേജസ് വെളിപ്പെടുവാൻ താല്പര്യപ്പെട്ടിട്ട് ഇന്നും വൈമുഖത കാണിക്കുന്ന ജീവിതങ്ങളോട് ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ വ്യക്തമായി ശോധന ചെയ്യുന്നവൻ, നിന്നെ തൂക്കി നോക്കുന്നവൻ. ഞാൻ വളരെയധികം ഭയക്കുന്നു. ചില ദൂതുകൾ വിളിച്ചു പറയുവാൻ ഞാൻ ഭയക്കുന്നു. വിവേചിച്ചറിയുക ആത്മാവ്. പാപപങ്കുലമായ അവസ്ഥകളെ ഇന്നു രാത്രി വിടപറ. ഇന്നു രാത്രി നീ വിടപറ. ഇന്നു രാത്രി നീ വിടപറ. ഈ ലോകത്തിന്റെ മോഹങ്ങളെ, ഇന്നു രാത്രികാലം ഇരുട്ടിന്റെ ശക്തികളെ, ഇരുട്ടിന്റെ ബന്ധനങ്ങളെ ഇന്നു രാത്രികാലം വിടപറ. ഇന്ന് പകൽ സമയം കണ്ട ദർശനം, അതേ ദർശനം ആത്മാവിന് രാത്രികാലം എന്നെ കാണിക്കുന്ന ഒരു ഭിത്തി രണ്ടായി പിളർന്നു മാറുന്ന ഒരു കാഴ്ച ആത്മാവിനെ വ്യക്തമായി വിളിച്ചു പറയുന്നു.
റൂക്കമ സഥലയ അടംതുന റികൾക്കരം ദൈവസഭയോട് ആത്മാവിന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയുന്നു. ചിലതൊക്കെ ഡംപ് ചെയ്തിട്ട് ശത്രുവായവൻ ക്ലോസ് ചെയ്തിട്ട് ചില ഭിത്തികൾ, ചില ഉടംതുന, ചില നിധി, ചില ട്രഷേഴ്സ് ഇന്നു രാത്രികാലം ഉടംതുന ആത്മാവ് ബ്രേക്കുകയാ. ആത്മാവ് ഭിത്തികളെ വേർപെടുത്തുകയാ. ആത്മാവ് ചിലതിനെ തുറക്കുകയാ. ആത്മാവ് ചിലതിനെ തുറക്കുകയാ. അധികാരമുള്ള യേശുവിൻ നാമം, അധികാരമുള്ള യേശുവിൻ നാമം, അധികാരമുള്ള യേശുവിൻ നാമം, അധികാരമുള്ള യേശുവിൻ നാമം. ചില ജീവിതങ്ങളെ എനിക്ക് കാണാം, ചില ജീവിതങ്ങളെ എനിക്ക് വ്യക്തമായി കാണാം. എനിക്ക് തലയിൽ കൈ തൊടാൻ കഴിയുന്നില്ല. ആത്മാവിൽ നിങ്ങളെ തന്നെ വിവേചിക്കണമേ. ഇന്ന് രാത്രികാലം പാപത്തിന്റെ അവസ്ഥകൾ വിടപറ. പലവട്ടി നിങ്ങൾ ആ അത്ഭുതങ്ങൾ കണ്ടതാ. യേശു തമ്പുരാൻ കൂടെ വന്നിട്ടും ഇന്നു രാത്രി തിരിച്ചറിയപ്പെടാത്ത തലം, ഇന്നു രാത്രി തിരിച്ചറിയപ്പെടാത്ത തലം യേശുവിൻ നാമത്തിൽ മാറട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത് മാറട്ടെ. ഡേവിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഡേവിഡ് മടി കൂടാതെ പ്ലീസ്. ഡേവിഡ് എന്നൊരു വ്യക്തി ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ആത്മാവിനെ വ്യക്തമായി കാണിക്കുന്നു. ദുതമ സഥനയ അറം ഷോ ലാക്കാ സിഥിനി. പ്ലീസ്, നിങ്ങളുടെ വിടുതൽ നിങ്ങളായി മറച്ചു വെക്കരുത്. കഴിഞ്ഞ ലേഡീസ് മീറ്റിംഗിൽ ഞാൻ ഇപ്രകാരം ഓർപ്പിക്കാനിടയായി, നിങ്ങളുടെ നന്മ നിങ്ങളായിട്ട് മറച്ചു വെക്കരുത്. ഞാൻ ആത്മാവിൽ കാണുന്നു, ഞാൻ ആത്മാവിൽ വ്യക്തമായി ദർശിക്കുന്നു. വ്യക്തിയോട് ആത്മാവ് വിരൽ ചൂണ്ടി ദൂത് പറയുന്നു. റൂതമന റികൾക്കടയ അലംസുര കയറിന്റെ മുൻപിൽ നിന്ന്, ആത്മഹത്യയുടെ മുമ്പിൽ നിന്നെ പിടിച്ചു മാറ്റി നാറുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്ത ദൈവം ഞാൻ തന്നെയെന്ന് ആത്മാവിൽ നീ തിരിച്ചറിഞ്ഞു. ആത്മാവിൽ നീ തിരിച്ചറിഞ്ഞു. ആത്മാവിൽ നീ തിരിച്ചറിയട്ടെ. ഞാൻ കാണുന്നു, ഞാൻ വ്യക്തമായി കാണുന്നു. ആ വ്യക്തി ഇന്ന് രാത്രിക്കാലം എന്റെ മുൻപായി കടന്നു വരും. ഞാൻ ആത്മാവിൽ വ്യക്തമായി കാണുന്നു. ഓ റോതോലെ മേശതി റിഗച്ചുടയ ദിഗതുനയ അംതോരമ സേതേ റിഗച്ചോലതി തുരമ ദിഗതുനയ. കാലചക്രങ്ങൾ ഓടുന്നത് പോലെ നിന്നെ നാളുകളായി ശത്രു വിട്ട് ഓടിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ആത്മാവ് വിളിച്ചു പറയുന്നു, മകനെ, മകളെ, സഭയെ, നിന്റെ ശുശ്രൂഷ തിരിച്ചറിഞ്ഞ്, ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് റൂയിക്കാലിന്റെ സമയങ്ങൾ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായി എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? പ്ലീസ്. ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ പാപത്തിന്റെ അധീനതയിൽ കിടക്കും. ചില തലങ്ങൾ എന്നെ കാണിക്കുന്നു. പൊങ്ങി വരുവാൻ കഴിയാതെ വണ്ണം കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ചില തലങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു എത്തുന്നു. ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാ. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവ തേജസ് നിങ്ങളുടെ മുമ്പിൽ വ്യാപരിക്കപ്പെടുകയാ. ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ വ്യാപരിക്കപ്പെടുകയാ. രഹസ്യമായി ഇന്നു രാത്രികാലം പാപപങ്കുലമായ അവസ്ഥകളെ ആത്മാവിൽ ഏറ്റുപറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, എന്റെ ദൈവം നിങ്ങൾക്കായി, എന്റെ ദൈവം നിങ്ങൾക്കായി, എന്റെ ദൈവം നിങ്ങൾക്കായി. യെസ്. Suravaraba Shataraya Rukama Satanade Rebe Rolo Toroshe Shudavara Barabara Rigaraga Asara Riva Chodaya Hatura Riva Tunaya Amdara Rigal Kadaya. ഒരു നിമിഷം ദയവായി ആരാധിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ട ശുശ്രൂഷയുടെ തലം ഇന്ന് രാത്രികാലം ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് വിളിക്കുകയാ. ആത്മാവിന്റെ അന്യഭാഷയുടെ അടയാളം പ്രാപിച്ചവർ, യെസ്,
ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ സാന്നിധ്യം. Yes, the presence of Holy Spirit, the presence of Holy Spirit. Dura baba, Shantara bala, Riga Chadaya, Asaratala, Rika baba, Duraba, Sharaga, Asara, Ripa, Shagaraya, Turaka, in the name of Jesus. Oh, Turaba baba, Rika raba, Shadaraya, Adagana, Rikara, Ripapa, Throw, Show, Rite, സ്വർഗമേ കരുണ കാണിക്കണമേ, ഞങ്ങളുടെ ദാസനോട് കരുണ കാണിക്കണമേ.